നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണോ? അത് പറയാനല്ല ഈ വീഡിയോ. പക്ഷേ നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ ബന്ധുക്കൾ ആയിട്ട് ജനിക്കുക എന്നൊക്കെ. കാരണം നമ്മൾ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതാണ് ഒഴിവൊഴിവ് പറയാറ്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രു ആകണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അല്ലാതെ വെറുതെ ഒരു ദിവസം പെട്ടെന്നൊരു പരാമർശം പുനർജനി എന്ന് പറയുന്ന പദ്ധതിയിൽ അന്നത്തെ പറവൂർ MLA ആയിരുന്ന വി ഡി സതീശൻ വിജിലൻസിൻ്റെ അധികാര പരിധിയിൽ വരുന്ന നിയമലംഘനങ്ങളിൽ നിന്ന് ഒക്കെ ക്ലീൻ ചിറ്റ് നൽകിയെന്നൊരു സാധനം വെറുതെ വായുവിലേക്ക് പറത്തിവിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഒരു രൂപ പോലും തൻ്റെ കയ്യിലേക്ക് വരികയോ വിദേശ ഫണ്ട് വരികയോ അത് ഞാൻ ചെലവാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം പറയാനുള്ള വ്യഗ്രത കൊണ്ട് സംഭവിച്ചു പോയതായിരിക്കാം. പക്ഷേ ഇനി അദ്ദേഹം അത് ആവർത്തിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. കാരണം പുനർജനി പോലും തൻ്റെ സ്വന്തം പദ്ധതി അല്ലായിരുന്നു എന്ന് ഇതേ വി ഡി സതീശൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പത്രമാധ്യമങ്ങൾക്ക് മുന്നിലും ഇനി കോടതി വ്യവഹാരങ്ങളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ അതിലുമൊക്കെ വന്ന് പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മണപ്പാട്ട് ഫൗണ്ടേഷന് ഫണ്ട് സ്വരൂപിക്കലാണോ MLAയുടെ ഔദ്യോഗിക ചുമതല? MLA എന്നുള്ള ഔദ്യോഗിക പദവി ശ്രീ വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തിരുന്നോ? മണപ്പാട്ട് ഫൗണ്ടേഷന് വേണ്ടി വിദേശ ഫണ്ട് സ്വരൂപിക്കലായിരുന്നോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പറവൂരിന്റെ ജനപ്രതിനിധിയുടെ അന്നത്തെ ഉത്തരവാദിത്തം? ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ FCRA എന്ന് പറയുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ 2010 ആ നിയമം കേന്ദ്ര സർക്കാർ പലതരത്തിൽ ദുരുപയോഗം ചെയ്യാറുണ്ട്. കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള നല്ല സതുദ്ദേശ സംഘടനകൾ BJPയുടെ സംഘപരിവാരത്തിന്റെ ചൊൽപ്പിടിക്ക് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിനെ ദുരുപയോഗം ചെയ്തു. FCRA നിയമത്തെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് മറികടന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ചോദ്യം. കാരണം പുനർജനി എന്നുള്ളത് വി ഡി സതീശന്റെ പദ്ധതിയല്ല, പകരം മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പദ്ധതിയാണ് എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ തന്നെ വളരെ വ്യക്തമായി അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ആ പദ്ധതി അവരുടെ ആക്ടിവിറ്റീസിൽ 2ാമത്തെ പദ്ധതിയായി പറയുന്നു. അത് കമ്മ്യൂണിറ്റി റിഹാബിലിറ്റേഷൻ ഇനീഷ്യേറ്റീവ് ആണെന്നും പുനർജനി പ്രൊജക്ട് ഫോക്കസസ് ഓൺ സോഷ്യൽ റിന്യൂവൽ ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് എയിംഡ് അറ്റ് അപ്ലിഫ്റ്റിംഗ് വൾണറബിൾ സെക്ഷൻസ് ത്രൂ സ്ട്രക്ചേർഡ് അസിസ്റ്റൻസ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചു ഉയർത്താനുള്ള മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പദ്ധതിയാണ് പുനർജനി. ആ പുനർജനി തന്നെയാണ് പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുമ്പോൾ സ്വന്തം പദ്ധതിയായിട്ട് അദ്ദേഹം മാറ്റിയത്. ആ പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം FCRA അക്കൗണ്ടുള്ള ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷനുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ കൈമാറിയത്. അവിടെ നിന്ന് വിജിലൻസ് കണ്ടെത്തിയ 1-2 പരാമർശങ്ങളിൽ പോലും വിജിലൻസ് തന്നെ പറയുന്നുണ്ട്, എ സെപ്പറേറ്റ് അക്കൗണ്ട് വാസ് ഓപ്പൺഡ് ബൈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ഫോർ പുനർജനി പ്രൊജക്ട്. അത് എന്തിനായിരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു FCRA അക്കൗണ്ട് ഉണ്ട്. FCRA അക്കൗണ്ടിൽ പണം വരുന്നു. അതിൽ നിന്ന് പുനർജനി പദ്ധതിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ പറയുമ്പോൾ പദ്ധതി മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ ആയിരുന്നോ MLAക്ക് വേണ്ടിയുള്ള ബിനാമി ഇടപാടുകളായിരുന്നോ മണപ്പാട്ട് ഫൗണ്ടേഷൻ ഏറ്റെടുത്തത് എന്നുള്ള സംശയം മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ മേലിലും പതിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അറിയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, എന്തിനായിരുന്നു വി ഡി സതീശൻ വിദേശയാത്ര നടത്തിയത്? ആ വിദേശയാത്ര നടത്തിയതിൻ്റെ യാത്രാ ലക്ഷ്യത്തെപ്പറ്റി ബോധപൂർവം എന്തിനായിരുന്നു അദ്ദേഹം കള്ളം പറഞ്ഞത്? അത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുകയും കേരളത്തിലെ മന്ത്രിമാർക്കും കേരളത്തിലെ വകുപ്പ് സെക്രട്ടറിമാർക്കും പോലും വിദേശയാത്ര നടത്തി റീബിൽഡ് കേരള എന്ന് പറയുന്ന പ്രളയ പുനരധിവാസ പദ്ധതിക്ക് വിദേശ മലയാളികളുടെ സംഭാവന സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്ന സമയത്ത് പുനർജനിയുടെ പേരിൽ അദ്ദേഹം മണപ്പാട്ട് ഫൗണ്ടേഷന് വേണ്ടി വിദേശ ഫണ്ട് സ്വരൂപിക്കാൻ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള പദവിയുടെ ദുരുപയോഗം ചെയ്യലാണ്, FCRA നിയമത്തിൻ്റെ പരിധിയെ മറികടക്കലാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് പുനർജനിയിൽ അത്ര പെട്ടെന്നൊന്നും വി ഡി സതീശന് ഇനി തലയൂരാൻ പറ്റില്ല. താങ്കൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഒരു രൂപ പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഇല്ല, താങ്കൾ സ്വീകരിച്ചിട്ടില്ല. താങ്കൾ അതെല്ലാം വളരെ ബോധപൂർവം മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലാണ് സ്വീകരിച്ചത്. മണപ്പാട്ട് ഫൗണ്ടേഷൻ താങ്കൾക്ക് നൽകിയ ക്ഷണപത്രം, താങ്കൾക്ക് നൽകിയ വിമാന ടിക്കറ്റ്, താങ്കൾക്ക് നൽകിയ അക്കോമഡേഷൻ, അതായത് അവിടുത്തെ താമസ സൗകര്യം, ഇതെല്ലാം താങ്കൾ
ആസ്വദിച്ചിട്ടുണ്ട് എന്നും അത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് വിജിലൻസിന്റെ മുൻപാകെ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വസ്തുതയായിരിക്കെ FCRA നിയമത്തിന്റെ പരിധിയിൽ വി റെഗുലേറ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ഫോറിൻ ഹോസ്പിറ്റാലിറ്റി, വിദേശ ആതിഥ്യം ഒരു ഇന്ത്യക്കാരൻ സ്വീകരിക്കുമ്പോൾ, വിദേശ സംഭാവന ഒരു ഇന്ത്യക്കാരൻ സ്വീകരിക്കുമ്പോൾ താങ്കൾ അവിടെ എങ്ങനെയാണ് വഴിവിട്ട് താങ്കളുടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA പദവിയെ ദുരുപയോഗം ചെയ്തത് എന്നും, പിന്നീട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ താങ്കളുടെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷനുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്നും ഒക്കെ പുറത്തേക്ക് വരണമെങ്കിൽ അത് കേവലം വിജിലൻസിന്റെ അന്വേഷണം പോരാ, അതിൽ മുന്തിയ അന്വേഷണം വേണം. അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പുനർജനി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല.